സോ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് മുമ്പ്, അതായത് രണ്ട് വേരിയബിൾ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും പറയുന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു വേരിയബിൾ ഫംഗ്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ രണ്ട് വേരിയബിൾ ഉള്ള കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കിയേ, എന്താണ് ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനേഷൻ വെറുതെ വായിച്ചു വെച്ചാൽ മതി, ഇത് എക്സാമിന് ചോദിക്കത്തില്ല. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് ആണെന്ന് വിചാരിക്കാം. ആ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു എക്സ് നോട്ട് വൈ. നമ്മളിപ്പോ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനിൽ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സ് നോട്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ എക്സ് നോട്ടിന്റെ തൊട്ട് അടുത്തുകൂടി ആ ഫംഗ്ഷൻ വരുമ്പോൾ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ രണ്ട് വേരിയബിൾ ആകുമ്പോൾ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അവിടുത്തെ ഒരു ഇന്റർവെൽ അല്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സർക്കിളിനകത്ത് അതിന് എന്ത് മാറ്റം ഉണ്ടാക്കും എന്നാണ് ചോദ്യം. അതാണ് ഓപ്പൺ ഡിസ്ക് എന്ന് കൊടുത്തേക്കുന്നത്. ആ ഓപ്പൺ ഡിസ്കിന്റെ സ്ഥാനത്ത് ഒരു ലിമിറ്റ് നമ്മൾ എന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും നമുക്കൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ പറ്റും. മോഡ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആകുമ്പോൾ ഈ പറയുന്ന ഡെൽറ്റയുടെ ലിമിറ്റ്, എക്സ് കോമ വൈയുടെ ലിമിറ്റ് ഡെൽറ്റയേക്കാൾ ചെറുതാകുമ്പോൾ, എക്സും വൈയും എക്സ് കോമ വൈയും എക്സ് നോട്ട് വൈ നോട്ടും തമ്മിലുള്ള ദൂരം ഡെൽറ്റയേക്കാൾ ചെറുതാകുമ്പോൾ ഇവർ തമ്മിലുള്ള ദൂരം എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും എന്നുള്ളത് അത് കണ്ടിന്യൂഡ് ഡെഫിനിഷൻ ആണ്. നിങ്ങൾ കുറച്ചുകൂടി വലിയ ക്ലാസ് ഒക്കെ ആകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ എനിവേ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ പോയിന്റിനോട് അടുത്തേക്ക് വാല്യൂ വരുന്ന ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ തിയറം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നോക്കിയേ, ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള തിയറം ആണ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ടെൻസ് ടു എൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ടെൻസ് ടു എൽ ആസ് എക്സ് കോമ വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എലോങ് എനി സ്മൂത്ത് കർവ്. നമ്മളിപ്പോ ഈ ഒരു ലൈനിന്റെ ലിമിറ്റ് പറയുമ്പോൾ, ഒരു സിംഗിൾ ഫംഗ്ഷൻ ലിമിറ്റ് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ ലിമിറ്റ് ഏതിൽ കൂടെ വേണമെങ്കിലും പോയി. ഇവിടെ നമുക്ക് രണ്ട് വഴി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ സ്പേസ് ആണ്, അതായത് സ്പേസ് അല്ല, പ്ലെയിൻ ആണ്. ആ പ്ലെയിനിൽ നമുക്ക് ഏത് കൂടെ വേണമെങ്കിലും ഈ കർവിലേക്ക് പോവാം. ഇവിടുന്ന് പോവാം. അതല്ലെങ്കിൽ വേറൊരു ലൈൻ ഇങ്ങനെ സ്ട്രൈറ്റ് വരച്ചാൽ ഇവിടുന്നും വരാം. വീണ്ടും ഞാനിപ്പോ ഒരു പരാബോള വരച്ചു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ കയറിയിട്ട് ഇങ്ങനെ പോവാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ പോയിന്റിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ആ പോയിന്റിലേക്ക് എത്താൻ പറ്റുന്ന ഏത് സ്മൂത്ത് കർവ് എടുത്താലും ആ ലിമിറ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇനി ഇഫ് ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഫെയിൽസ് ടു എക്സിസ്റ്റ് ആസ് എക്സ് കോമ വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എലോങ് സം സ്മൂത്ത് കർവ്, ഓർ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് ഡിഫറന്റ് ലിമിറ്റ് എലോങ് ടു ഡിഫറന്റ് കർവ്, ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ആണെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. ഈ കേസിനകത്ത് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു കർവിൽ കൂടെ ഉള്ള ലിമിറ്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതിന് മുമ്പ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ 1 ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യന് നമുക്ക് കാര്യം പറഞ്ഞു തുടങ്ങാം. ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 1,4 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എക്സിന് 1 എന്നും വൈക്ക് 4 എന്നും ഇട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ലിമിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സാധാ ലിമിറ്റ് പഠിച്ചതാണ് അല്ലെ. അപ്പൊ 5 ഇൻറ്റു ലിമിറ്റ് എക്സ് കോമ വൈ 1,4, ഇവിടെ എക്സിന് ആ 1 കൊടുക്കുക. നമ്മളിപ്പോ ഇങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 5 ഇൻറ്റു എക്സിന് നമുക്ക് എത്ര കൊടുക്കാം? 1 ക്യൂബ് കൊടുക്കാം. വൈക്ക് എത്ര കൊടുക്കാം? 4 കൊടുക്കാം. 4 സ്ക്വയർ മൈനസ് 9. അപ്പൊ 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 16 80 കിട്ടും. 80 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 71. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. നമുക്ക് ഇത് നല്ലതായിട്ട് കാണിച്ചേക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു എക്സാമ്പിൾ കാണിക്കാം. നോക്കി, ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തരാം. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0,0 ആണെന്ന് വിചാരിക്കുക. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കുക? 0,0 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈ പ്ലെയിനിലൂടെ, ഇപ്പൊ ഇവിടെ മാത്രമേ ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ഈ പ്ലെയിനിൽ ഏത് വഴി കൂടെ വേണമെങ്കിലും ഇങ്ങോട്ട് എത്താൻ പറ്റും. അപ്പൊ ഏതിലേക്കൂടെയൊക്കെയാണ് എത്തുന്നതെന്നാണ് ഇവിടെ പറയുന്നുണ്ട്. എലോങ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിൽ കൂടെ നമ്മൾ ഈ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും ടെൻസ് ടു 0 0 ആണ്. അത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 0 കൊടുത്താൽ സംഭവിക്കും. ഇവിടെ 0 0 ബൈ 0 0 അത് 0 ആയി പോകും അല്ലെ, നോട്ട് ഡിഫൈൻഡ് ആയി പോകും. 0 ബൈ 0 ഫോമിൽ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അപ്പൊ നമ്മൾ എലോങ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിന് 0 നമ്മൾ ഫിക്സ് ചെയ്യും. എക്സിന് 0 നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നോക്കി, എക്സിന് 0 എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ഡിവൈഡഡ് ബൈ 0 പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് 0 ആയി
എന്തായി പോകും, ലിമിറ്റ് അപ്ലൈ ചെയ്യാതെ തന്നെ എന്തായി പോകും, സീറോ ആയി പോകും. അത് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ലൈനിൽ ഈ ഫംഗ്ഷൻ ഉറപ്പായിട്ടും സീറോ ആണ്, അതിന്റെ ലിമിറ്റും സീറോ ആണ്. ഇനി y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ കർവിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഈ ഒരു കർവാണ്. ഇത് എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇതാണ് y ഈക്വൽ ടു എക്സ്. അപ്പൊ ഇതിലേക്കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ലിമിറ്റിന് എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. നോക്കിയേ, y ഈക്വൽ ടു എക്സ് കൊടുക്കുമ്പോൾ മൈനസ് എക്സിനും വൈക്ക് പകരം എക്സ് കൊടുക്കാം, മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ വൈക്ക് പകരം എക്സ് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ എന്ന് കിട്ടുകയും എക്സ് സ്ക്വയർ വെട്ടിപ്പോയിട്ട് മൈനസ് 1/2 എന്ന് കിട്ടുകയും ചെയ്യും. ആ മൈനസ് 1/2 കിട്ടുമ്പോൾ 0 പകരം ഇനി എക്സിനും വൈക്ക് 0 കൊടുക്കുക. അപ്പൊ എക്സും വൈ ഒന്നും ഇല്ല. അപ്പൊ ആ ലിമിറ്റ് എന്ത് തന്നെയാണ്, മൈനസ് 1/2 തന്നെയാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ലിമിറ്റ്, y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടിയത് വേറൊരു ലിമിറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ലിമിറ്റുകൾ ഈക്വൽ അല്ല എന്ന് പറയാം. ഇനി ഈ രണ്ട് ലിമിറ്റും സെയിം നമ്പർ ആണെന്ന് വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, അവിടെ വേറെയും സ്മൂത്ത് കർവുകളുണ്ട്. ഞാനിപ്പോ ഈ കർവിൽ കൂടെ പോയപ്പോൾ ഇതും എനിക്ക് 0 കിട്ടി, ഇതും 0 കിട്ടി. പക്ഷെ ഈ കർവിൽ കൂടെ പോയപ്പോൾ ഇത് വേറെ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അപ്പോഴും എന്ത് പറയാൻ പറ്റത്തില്ല, ലിമിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ കർവിൽ കൂടെ പോകുമ്പോഴും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റൂ. ഇപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല, എക്സിസ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റിനെ വരത്തുള്ളൂ. ഈ ചോദ്യം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് കർവ് മാത്രം എടുത്തിട്ട് ഈക്വൽ അല്ല എന്ന് കാണിച്ചാൽ മതി. 2 മാർക്കിന്റെ ഒക്കെ ചോദ്യമായിരിക്കും. ഇനി എന്താണ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ്. നമ്മൾ ഒറ്റ വേരിയബിൾ ഈ ഉത്തരം പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ പഠിച്ചേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആണെന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഒരു വേരിയബിളിന്റെ കേസിലാണ്. അപ്പൊ 2 വേരിയബിളിന്റെ കേസ് വരുമ്പോൾ 2 വേരിയബിൾ ഉള്ള ഒരു കോർഡിനേറ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആയിരിക്കും. ഇവിടെ കണ്ടിന്യൂസ് അറ്റ് സിയുടെ ഡെഫിനിഷൻ ആണ്. ഇനി ഈ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ സെറ്റിൽ മുഴുവൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. എല്ലാ പോയിന്റ് എക്സ് വൈ പ്ലെയിനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് എവരിവെയർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു തിയറം നോക്കാം. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സ് നോട്ടിലും എച്ച് ഓഫ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വൈ നോട്ടിലും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് വൈ കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണെന്ന് പറയാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പൊ അത് കൂടെ പറഞ്ഞങ്ങ് പോവാം. നോക്കിയേ, ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x സ്ക്വയർ വൈ റൈസ് ടു 4 ഇത് കണ്ടിന്യൂസ് ആണെന്നാണ് കാണിക്കേണ്ടത്. നമുക്ക് ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതൊരു എക്സിന്റെ ഫംഗ്ഷനും ഇതൊരു വൈയുടെ ഫംഗ്ഷനുമാണ്. അപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സിന്റെ ഫംഗ്ഷനും എച്ച് ഓഫ് വൈ എന്ന് പറയുന്ന വൈയുടെ ഫംഗ്ഷനും ഇവർ രണ്ടുപേരും പോളിനോമിയൽസ് ആയതുകൊണ്ട് ഇവർ കണ്ടിന്യൂസ് ആണ്. എവരിവെയർ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. സോ അവരെ കമ്പൈൻ ചെയ്ത് അവരുടെ പ്രോഡക്റ്റ് ആക്കി ഉണ്ടാക്കിയിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈയും എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ് എവരിവെയർ ആണ്. അതാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എച്ച് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ജി ഓഫ് യു എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. അറ്റ് യു ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ കോമ്പോസിഷൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ് വൈയും എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സൈൻ ഓഫ് 3x സ്ക്വയർ വൈ റൈസ് ടു 5 കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കുക. അപ്പൊ നമുക്കറിയാം എച്ച് ഓഫ് എക്സ് വൈ ആയിട്ട് അകത്തുള്ള ആളെ എടുത്തു കഴിഞ്ഞാൽ 3x സ്ക്വയർ വൈ റൈസ് ടു 5 കണ്ടിന്യൂസ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ജി ഓഫ് യു ഈക്വൽ ടു സൈൻ യുവും എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പൊ അവരുടെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് യുവിന് പകരം എച്ച് ഓഫ് എക്സ് വൈ യൂസ് ചെയ്ത് ജി ഓഫ് എച്ച് ഓഫ് എക്സ് വൈ എടുത്താൽ സൈൻ ഓഫ് 3x സ്ക്വയർ വൈ റൈസ് ടു 5 സൈനും കണ്ടിന്യൂസ് ആണ്, അകത്ത് കിടക്കുന്ന ആളും കണ്ടിന്യൂസ് ആണ്. സോ ഇത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത പ്രോപ്പർട്ടി എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും കണ്ടിന്യൂസ് അറ്റ് ടി നോട്ട് ആണ്. എക്സ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു എക്സ് നോട്ടും വൈ ഓഫ് ടി നോട്ട് ഈക്വൽ ടു വൈ നോട്ടും ആണെങ്കിൽ ദ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. എക്സാമ്പിൾ ഇല്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഒരു ഫംഗ്ഷനിൽ നിന്ന് ആ ഒരു പാരാമെട്രിക് അതിലോട്ട് പോകുമ്പോൾ അതും കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിയറം തന്നേക്കുന്നത്. ഇനി നോക്കിയേ, evaluate limit x comma y tends to -1 comma 2 xy by x square plus y square. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച പോലെ എക്സിന് പകരം -1ഉം വൈക്ക് പകരം 2ഉം കൊടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ ആൻസർ കിട്ടും. -1 × 2 -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇവിടെ 1 + 4 5 കിട്ടും, ഇത് -2 കിട്ടും. സോ -2 ഡിവൈഡഡ് ബൈ 5.
ഇനി since the quotient function f of xy equal to x cube y square divided by 1 minus xy is a quotient of continuous function, ഇതും continuous ആണ്, ഇതും continuous ആണ്. സോ അതിന്റെ quotient എന്ത് തന്നെയാണ്, അതായത് ഇതിന്റെ റാഷണൽ ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്ന ഈ ഒരു ഡിവൈഡഡ് ബൈ ഇട്ട് എഴുതുന്ന സാധനം എന്ത് തന്നെയായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ എവിടെ മാത്രം കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല, ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റിൽ മാത്രം കണ്ടിന്യൂസ് ആകത്തില്ല. ദാറ്റ് ഈസ് 1 minus xy equal to 0 എന്താവത്തില്ല, കണ്ടിന്യൂസ് ആവത്തില്ല. സോ xy equal to 1, xy equal to 1 ശരിക്കും ഒരു ഹൈപ്പർബോളയാണ്. നിങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഈ ഹൈപ്പർബോള വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ xy equal to 1 എന്ന് പറയുന്ന കർവ് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി, ഹൈപ്പർബോള ഓർക്കാൻ പറ്റത്തില്ലെങ്കിൽ. ആ ഹൈപ്പർബോളയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എന്താണ്, കണ്ടിന്യൂസ് ആണ്. ചോദിക്കാൻ ചാൻസ് കുറവാണ്, ചോദിച്ചാൽ 2 മാർക്കിന് ചോദിക്കാം നിങ്ങൾക്ക്, അപ്പൊ അത് എഴുതാൻ പറ്റും, എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് പോയിന്റുകളിൽ നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്, അതിന് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. നോക്കിയേ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ലിമിറ്റ് ഇതാണ്. ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ 0 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് 0 കൊടുക്കുമ്പോൾ 0 കിട്ടും അല്ലെ, എക്സിന് 0 വൈക്ക് 0 0, ഇവിടെയും 0 കിട്ടും. അപ്പൊ ശരിക്കും ഇത് 0 ഇൻറ്റു ലോഗ് 0 ഫോമിലാണ് കിടക്കുന്നത്. അത് ശരിക്കും 0 ഇൻറ്റു ലോഗ് 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ്. 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണ് കിടക്കുന്നത്. സോ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലോട്ട് മാറ്റും. എക്സ് കോമ വൈക്ക് പകരം ആർ കോമ തീറ്റയിലേക്ക് മാറ്റും. അപ്പൊ ആർ കോമ തീറ്റ ഇതിന്റെ പോളാർ കോർഡിനേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുമാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ ഒരു രീതിയിൽ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ ലിമിറ്റ് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയേ, എക്സ് കോമ വൈ ടെൻസ് ടു 0 0 ആണ്. നമുക്കറിയാം ആർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയതുകൊണ്ട് ആർ ടെൻസ് ടു 0 പ്ലസ് ആയിരിക്കും, കാരണം ആർ എപ്പോഴും പോസിറ്റീവ് നമ്പറും ആണ്. പക്ഷേ എക്സും ടെൻസ് ടു 0 വൈയും ടെൻസ് ടു 0 ആണ്. അപ്പൊ നമുക്ക് എക്സ് കോമ വൈ അല്ലെങ്കിൽ ആർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ആർ ടെൻസ് ടു 0 ആണ്. പക്ഷെ ഒരിക്കലും 0 ആകത്തില്ല, അല്ലെങ്കിൽ 0യേക്കാൾ ചെറുതാകത്തില്ല, നെഗറ്റീവ് ആകത്തില്ല. സോ നമുക്ക് 0 പ്ലസ് മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാകത്തുള്ളൂ. സോ ആർ ടെൻസ് ടു 0 പ്ലസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0, അപ്പൊ ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ലിമിറ്റ് ആർ ടെൻസ് ടു 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിടക്കുന്നിടത്ത് ആർ സ്ക്വയർ കൊടുക്കാൻ പറ്റും. ഇപ്പോഴും ഇത് എന്ത് ഫോമിലാണ്, ആറിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണ്. പക്ഷെ നമുക്ക് ഒരു വേരിയബിൾ ഉള്ള ലിമിറ്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് എൽഹോപ്പിത്താൽ റൂളിലൂടെയൊക്കെ പഠിച്ച ഇൻഡിറ്റർമിനേറ്റ് ഫോമിന്റെ ഒക്കെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണ്, അത് ഒന്നുകിൽ 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിയേ, ലോഗ് ആർ സ്ക്വയറിനെ ഡിവൈഡഡ് ബൈ ഈ ആർ സ്ക്വയറിനെ എനിക്ക് 1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ലോഗ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇത് എന്ത് ഫോമിലായടെ, ആറിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ആർ ടെൻസ് ടു 0 പ്ലസ് ആറിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതും ഇൻഫിനിറ്റി ആണ്, 1/0 ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് ഇത് മാറി. 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിൽ നിന്ന് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ 1/r സ്ക്വയർ ആകുമ്പോൾ അതും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റാൻ പറ്റി അല്ലെ. അപ്പൊ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി ലോഗ് ആർ സ്ക്വയർ നമുക്കറിയാം, ലോഗ് എക്സ് റൈസ് ടു എന്നിനെ എനിക്ക് n ലോഗ് എക്സ് എന്ന് വിളിക്കാം, അതൊരു ഫോർമുലയാണ്. അപ്പൊ ലോഗ് ആർ സ്ക്വയറിനെ നമുക്ക് എന്ത് വിളിക്കാം, 2 ലോഗ് ആർ എന്ന് വിളിക്കാം. സോ 2 ലോഗ് ആർ ഡിവൈഡഡ് ബൈ 1/r സ്ക്വയർ. അവിടെ നമ്മൾക്ക് എൽഹോപ്പിത്താൽ റൂൾ അപ്ലൈ ചെയ്യാം അല്ലെ. എൽഹോപ്പിത്താൽ റൂൾ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഡെറിവേറ്റീവ് എഴുതുക, താഴത്തെ ഡെറിവേറ്റീവ് എഴുതുക. ലോഗ് ആറിന്റെ ഡെറിവേറ്റീവ് 1/r ആണ്. സോ 2 ഡിവൈഡഡ് ബൈ ആർ എന്ന് നമുക്ക് കിട്ടും, 2 ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഇനി ഡിവൈഡഡ് ബൈ 1/r സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് നമുക്ക് നോക്കാം, d/dr ഓഫ് 1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. 1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറിനെ എനിക്ക് r റൈസ് ടു -2 എന്ന് വിളിക്കാം അല്ലെ. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n എക്സ് റൈസ് ടു n-1 ആണ്. സോ -2 r റൈസ് ടു -2 -1, ദാറ്റ് ഈസ് -2 r റൈസ് ടു -3 എന്ന് കിട്ടും. അതിനെനിക്ക് താഴെ കൊണ്ടുവരുമ്പോൾ -2 ഡിവൈഡഡ് ബൈ r ക്യൂബ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ -2 ഡിവൈഡഡ് ബൈ r ക്യൂബ്, ഈ 2ഉം വെട്ടിപ്പോയി, ആറും ആർ സ്ക്വയറിൽ നിന്ന് ഒരു ആറും വെട്ടിപ്പോയി. അപ്പൊ -1/r സ്ക്വയർ എന്ന് കിട്ടും. ആ ബൈ ആർ സ്ക്വയറിനെ മുകളിൽ എഴുതിയാൽ
ഓക്കെ, -1/r² അല്ല -r² ആണ് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം. 2/r ഡിവൈഡഡ് ബൈ -2/r³ ഇൻറ്റു r³ / 2 എന്ന് വിളിക്കാം. -r³/2 2 ക്യാൻസൽ ആയി, r³ r³ ആറും വെട്ടിപ്പോയിട്ട് r² കിട്ടി. -r² എന്നായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അത് നോക്കുക. അപ്പൊ ലിമിറ്റ് r → 0 പ്ലസ് -r² ആവുമ്പോൾ നമുക്ക് r ന് 0 കൊടുക്കുമ്പോൾ ഇതെന്തായി പോകും? 0 ആയി പോകും. സോ ആ ലിമിറ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി അറ്റ് ബൗണ്ടറി പോയിന്റ്സ് ആണ്. ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x, y) ഈക്വൽ ടു √1 - x² - y² ഈസ് ദി അപ്പർ ഹെമിസ്ഫിയർ ആണ് വരുന്നത്. ഓക്കെ, അതിന്റെ നാച്ചുറൽ ഡൊമൈൻ തന്നെ x² + y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ദ ഗ്രാഫ് ഓഫ് എഫ് ഹാസ് നോ ടിയേഴ്സ് ഓർ ഹോൾ, സോ ഇറ്റ് പാസസ് അവർ ഇൻടു ദി ടെസ്റ്റ് ഓഫ് കണ്ടിന്യൂറ്റി. നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ആണ്. അതായത് നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഞാനിപ്പോൾ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരിക്കും ഉള്ള ഒരു ഡെഫിനിഷൻ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 1 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പറയും, ഓക്കെ, 1 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പറയും എന്താണ്, ഒരു ലൈൻ ഒരു എടുക്കാതെ പേന എടുക്കാതെ നമുക്കൊരു കർവ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. അതിന്റെ 2 വേരിയബിൾ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ പേന എടുക്കാതെ എന്നുള്ള വാക്കിന് പകരം ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആയിരിക്കും. അതിനകത്ത് ഹോളുകളൊന്നുമില്ല, കീറിയിരിപ്പില്ല, ഹോളൊന്നും വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ജോമെട്രിക്കൽ ഐഡിയയിൽ കീറിയിരിപ്പില്ല, ഹോളൊന്നും വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പൊ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രശ്നവും ഇല്ല, അത് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു സാധനമാണ്, അവിടെ ഹോളും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. അപ്പൊ അതെന്താണ്, കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി, ഇത് അങ്ങനെ എക്സാമിനൊന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. നെക്സ്റ്റ് ഈ കണ്ടിന്യൂറ്റിയെ ലിമിറ്റിനെയൊക്കെ നമുക്ക് 3 ഡയമെൻഷനിലും പറയാൻ പറ്റും. അത് 3 വേരിയബിൾ ഉള്ള ഫംഗ്ഷനിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ അവിടെ പഠിച്ച അതേ ഇക്വേഷനിൽ 3 വേരിയബിളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ, എക്സാമിനൊന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് വായിച്ചു വെച്ചേക്കാം. ഓക്കെ.